SSLC പരീക്ഷാഫലം പുറത്തു വന്നതിന് പിന്നാലെ ആശങ്കയിലാണ് മലപ്പുറം ജില്ല. A+ നേടുന്നവരുടെ എണ്ണത്തിൽ ജില്ല തുടർച്ചയായി ഒന്നാമതെത്തിയിട്ടും +1 മതിയായ സീറ്റുകളില്ലാത്തതാണ് ആശങ്കയ്ക്ക് കാരണം. സർക്കാർ അവഗണനയ്ക്കെതിരെ SKSSF അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധ മാർച്ചുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിശോധിക്കാം, സീറ്റുണ്ടോ വേണ്ടത്ര. കണക്കുകൾ വേഗം ഒന്ന് പരിശോധിച്ചു പോയാൽ SSLC പരീക്ഷ എഴുതിയവർ 79,901 പേരാണ് ഇക്കുറി മലപ്പുറം ജില്ലയിൽ. ഉപരിപഠന യോഗ്യത നേടിയത് 79,730 പേർ. അതായത് 170 വിദ്യാർത്ഥികൾ മാത്രമാണ് പരാജയപ്പെട്ടത്. സർക്കാർ എയ്ഡഡ് മേഖലയിലെ സീറ്റുകൾ 41,950. അധികമായി പ്രഖ്യാപിച്ച സീറ്റുകൾ 10,650. ആകെ +1 സീറ്റുകൾ ഇത് രണ്ടും കൂട്ടിയാൽ 52,600. കുറവുള്ള സീറ്റുകൾ 27,130. അൺഎയ്ഡഡ് മേഖലയിലെ സീറ്റുകൾ കണക്കിലെടുത്താൽ 11,300. ഇത് കുറച്ചാൽ മലപ്പുറത്ത് നിലവിൽ വേണ്ട സീറ്റുകൾ ഇനി 17,830. ആര് കൊടുക്കും ഇത്രയും സീറ്റുകൾ വർദ്ധിപ്പിച്ചാൽ മാത്രം പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ? PJ ബനീഷ് KSTA സംസ്ഥാന സെക്രട്ടറി നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം MSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫും. PJ ബനീഷ്, ഇതൊരു കീഴ്വഴക്കം പോലെയാവുന്നു. PJ ബനീഷ്, എല്ലാ വർഷവും SSLC ഫലപ്രഖ്യാപനം വരുമ്പോൾ 15,000-ഓളം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സീറ്റുകൾ കിട്ടാത്ത ഒരവസ്ഥ മലപ്പുറത്തുണ്ടാവുന്നു. അതൊരു വാർത്തയായി മാറുന്നു, ചർച്ചയായി മാറുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം ബാച്ചുകൾ കൂട്ടുക എന്നതല്ലേ? അതിലെന്താണ് സർക്കാരിന് ബുദ്ധിമുട്ട്? PJ ബനീഷ്. തീർച്ചയായും കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് സഖാവ് EMS ഗവൺമെൻറ് മുതൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ വരെ നടപ്പാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്തെ എല്ലാ പരിഷ്കാരങ്ങളും ഒന്നെടുത്ത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്താനുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമം ഈ സർക്കാർ നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ വർഷവും ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ നിന്നും ഉപരിപഠനത്തിന് യോഗ്യത നേടുന്ന കുട്ടികളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട് സാധാരണമല്ലാത്ത തർക്കങ്ങൾ വളരെ ബോധപൂർവം ഉണ്ടാക്കാൻ ചില കേന്ദ്രങ്ങൾ പ്രത്യേകം ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ കണക്കിൽ തന്നെ ചില പെശകുകളുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കണക്കിന് അപ്പുറത്താണ് കാര്യങ്ങൾ. ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ട് 1,25,000 കുട്ടികൾക്ക് മാത്രം പഠനാവസരമുണ്ടായിരുന്ന പഴയ പ്രീ ഡിഗ്രിയിൽ നിന്നും ഹയർ സെക്കൻഡറി രൂപപ്പെടുത്തി ഇന്ന് നാം കാണുന്ന അവസ്ഥയിലേക്ക് വ്യാപിപ്പിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റുകളാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം മലപ്പുറം ജില്ലയിൽ 1000-ൽ താഴെ ആണ് ആകെ സീറ്റുകളുടെ എണ്ണത്തിൽ ഒരു കുറവ് കാണാൻ വേണ്ടി കഴിയുക. 10ാം ക്ലാസ്സിൽ നിന്നും യോഗ്യത നേടുന്ന എല്ലാ കുട്ടികളും 15,000-ഓളം എന്നുള്ള ഒരു കണക്ക് ശരിയല്ല എന്നും 1,000-ഓളം വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സീറ്റ് കുറവുള്ളതെന്നുമാണ് PJ ബനീഷ് പറയുന്നത്. ശരിയാണോ? നേരത്തെ അരുൺകുമാർ പറഞ്ഞ കണക്ക് തന്നെ നമുക്കതിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. അതുമാത്രമല്ല, അതിൽ കൂടുതൽ സീറ്റുകൾ നമുക്ക് കിട്ടേണ്ടതുണ്ട് എന്നതാണ്. മലബാറിലെ മറ്റ് ജില്ലകളെയും എടുത്ത് പരിശോധിച്ചാലും അതെ, അത് മാത്രമല്ല, അൺഎയ്ഡഡ് വിദ്യാർത്ഥികളെ കൂടി കണക്കിൽപ്പെടുത്തിയാണ് അരുൺകുമാർ സാർ പറഞ്ഞ കണക്കിരിക്കുന്നത്. അത് പറഞ്ഞാൽ തന്നെ ഇതിൽ എവിടെയാണ് പ്രയാസമെന്ന് തിരിച്ചറിയാൻ കഴിയും. ഞങ്ങൾ പറയുന്നത് ഈ കണക്കിൽ ഇപ്പോഴും കഴിഞ്ഞ 7 വർഷമായി തുടർച്ചയായി ഒരു ബാച്ചോ അധിക വർധനവോ ഇല്ലാതിരുന്ന ഘട്ടം വന്നപ്പോൾ കഴിഞ്ഞ വർഷം സജീവമായി സമരരംഗത്ത് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ, MSF അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ സജീവമായി തെരുവിൽ സമരം നടത്തിയതിൻ്റെ ഭാഗമായി ഒടുവിൽ 85ഓളം താൽക്കാലിക ബാച്ചുകളും മറ്റ് സ്ഥിര ബാച്ചുകളുമായി 111 ബാച്ചുകൾ അനുവദിച്ച് കഴിഞ്ഞ വർഷം താൽക്കാലികമായി ഈ സംവിധാനത്തിന് പരിഹാരം കാണാൻ കഴിയും എന്ന രൂപത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായി. അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ഒരു കമ്മീഷൻ വെച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ്റെ പഠനം പൂർത്തിയാക്കി കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം. എന്താണ് പ്രശ്നപരിഹാരമെന്ന് പറയണം. അതിനനുസരിച്ചുള്ള പ്രശ്നപരിഹാരം കാണാതെ ഒരു ജില്ലയിൽ മാത്രമാണ് പ്രശ്നമെന്ന് പറഞ്ഞുള്ള പുതിയ പ്രഖ്യാപനങ്ങളിൽ ഞങ്ങൾ സംശയദൃഷ്ടിയോടെ നോക്കുന്നു. അതിന്റെ കാരണം ഈ വിഷയം മലപ്പുറം മാത്രമാണെന്നും
മന്ത്രി പറഞ്ഞ ഒരു വാചകം അതിൽ ഏറ്റവും പ്രധാനമായി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അരുൺകുമാർ, മന്ത്രി പറഞ്ഞത് അവിടുത്തെ പ്രത്യേക വികാരം ചൂണ്ടിക്കാണിച്ച് പറയേണ്ട. എന്താണ് ആ വികാരം? വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ സീറ്റില്ലെന്ന വികാരമാണ്. ആ വികാരം ഉയർത്തണ്ടേ? അത് അവിടെ മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, വയനാട് ജില്ലയിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. വയനാട് ജില്ലയിൽ നമുക്ക് സീറ്റുകളുടെ പ്രശ്നമുണ്ട്. 1499 സീറ്റുകളുടെ പ്രശ്നമുണ്ട്, 29 ബാച്ചുകൾ. തൃശ്ശൂരിൽ 920 വിദ്യാർത്ഥികൾ, 18 ബാച്ചുകൾ. പാലക്കാട് 9266 ബാച്ചുകൾ, 155 ബാച്ചുകൾ, 9266 കുട്ടികൾ. കോഴിക്കോട്ട് 7300 വിദ്യാർത്ഥികൾ, 146 ബാച്ചിൻ്റെ കുറവുണ്ട്. ഞങ്ങൾ പറയുന്നു കണ്ണൂരിൽ തന്നെ ഈ പ്രശ്നമുണ്ട്. ഇതൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കാതെ പോകുന്നത്? ഞങ്ങൾ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ പഠിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അവരാഗ്രഹിക്കുന്ന കോഴ്സുകൾ പഠിക്കുന്നതിനപ്പുറത്തേക്ക് നിർബന്ധിച്ച് അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളെ അയക്കുന്നു. അതുപോലും അരുൺകുമാർ എണ്ണുന്നു എന്ന് പറഞ്ഞാൽ ഒരു പൊതുബോധം പോലും അത് ആ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഇടമാണെന്നുള്ള തോന്നൽ ഉണ്ടാക്കുകയാണ്. അത് പാടില്ല. അങ്ങനെ ഒരു പൊതുബോധത്തിന് പുറത്തല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ അൺഎയ്ഡഡ് സ്കൂളുകൾ കൂടി പരിഗണിച്ചാൽ പോലും 15,000-ഓളം വിദ്യാർത്ഥികളുണ്ട്. പരിഗണിച്ചില്ലെങ്കിൽ 1,00,000-ലധികം വിദ്യാർത്ഥികൾക്ക് ഇല്ല എന്നാണ്. PJ ബിനീഷ്, കണക്കുകൾ വ്യക്തമാണല്ലോ. അതെ, ഇവിടെ ഈ പറഞ്ഞ കണക്കിൽ അവ്യക്തതയുണ്ട്. നമ്മൾ മലപ്പുറം ജില്ലയാണല്ലോ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ കണക്കുകൾ തന്നെ എടുക്കാം. 1990 ശേഷമാണ് ഹയർ സെക്കൻഡറി വ്യാപകമായി സംസ്ഥാനത്ത് ആരംഭിച്ച് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് സജീവമായിട്ടുള്ളത്. ഈ 1990 ശേഷമുള്ള ഒരു കണക്ക് പരിശോധിച്ചാൽ കേരളത്തിൽ 15 വർഷം UDFും അതുപോലെ തന്നെ 18 വർഷം LDFും അധികാരത്തിലിരുന്ന കാലയളവാണ്. മലപ്പുറം ജില്ലയിൽ മാത്രം ഈ UDFിൻ്റെ കാലത്ത് അനുവദിച്ച ബാച്ചുകളുടെ എണ്ണമെന്ന് പറയുന്നത് 449ആണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലയളവുകളിൽ 671 ബാച്ചുകൾ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി മാത്രം അനുവദിച്ചിട്ടുണ്ട്. അതാണ് ഒരു പോയിൻ്റ്. 2, ഇപ്പോൾ അൺഎയ്ഡഡ് സീറ്റുകളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. ഇന്ന് മലപ്പുറം ജില്ലയിലുള്ള അൺഎയ്ഡഡ് സീറ്റുകളുടെ 85% ആരംഭിച്ചതും വ്യാപിപ്പിച്ചതുമെല്ലാം UDFിൻ്റെ കാലത്താണ്. മാത്രമല്ല, സഖാവ് MA ബേബി കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന കാലം 2010-ൽ 178 ഹയർ സെക്കൻഡറി ബാച്ചാണ് മലപ്പുറത്ത് അനുവദിച്ചത്. അതൊക്കെ സംബന്ധിച്ചു അതൊരു വ്യത്യാസമാണെങ്കിലും അതവിടെ ഇരിക്കട്ടെ. പക്ഷേ നിലവിലുള്ള ഈ 27,000-ഓളം അധികം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവിടെ ബാച്ചുകളില്ല. ആ കണക്കിന് താങ്കൾ എങ്ങനെയാണ് ഡിസ്പ്യൂട്ട് ചെയ്യുന്നത്? തീർച്ചയായും അതിനെ സംബന്ധിച്ച് പറയാം. ഒന്ന്, UDFിൻ്റെ കാലത്ത് യാതൊരു കണക്കെടുപ്പുമില്ലാതെ അശാസ്ത്രീയമായി തോന്നും പോലെ പല താല്പര്യങ്ങളും വെച്ചുകൊണ്ട് വ്യാപകമായി UDFിന്റെ ഉത്തരവാദിത്വമാണോ? 27,130 വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സർക്കാർ സീറ്റില്ല, ശരിയോ തെറ്റോ? തെറ്റാണ്. കാരണം നമ്മൾ 10ാം ക്ലാസ്സിൽ നിന്നും ഉപരിപഠനത്തിന് യോഗ്യത നേടുന്ന എല്ലാ കുട്ടികളും എത്തിച്ചേരുന്നത് +1 മാത്രമല്ല. ശരി, CBSE-യിലെയും ICSE-യിലെയും ISE-യിലെയും ഒക്കെ വിദ്യാർത്ഥികൾ കൂടി വന്നാൽ ഈ എണ്ണം കൂടുമല്ലോ. ബാക്കിയുള്ളൊരു പോളിയിലും IT-യിലും ഒക്കെ പോയാലും ശരി, ഒരു 20,000 22,000-ഓളം വിദ്യാർത്ഥികളെങ്കിലും ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവർക്ക് സീറ്റ് കിട്ടുമോ? അവിടെ വളരെ ആധികാരികമായി നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് 37 ബാച്ചുകൾ തെക്കൻ ജില്ലകളിൽ നിന്നും ഷിഫ്റ്റ് ചെയ്ത് നൽകിയിട്ടുള്ളത്. അല്ല, അത് ഇനിയും തുടരേണ്ടതില്ല. എന്തുകൊണ്ടാണ് കാർത്തികേയൻ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കാത്തത്? മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി കൊടുത്തതാണ്. തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് നമ്മൾ കാണേണ്ടത്, നിലവിൽ 10ാം ക്ലാസ്സിൽ നിന്നും ഉപരിപഠനത്തിന് യോഗ്യത നേടുന്ന എല്ലാ കുട്ടികൾക്കും ഉപരിപഠനത്തിന് ആവശ്യമായിട്ടുള്ള അവസരമൊരുക്കുമെന്ന് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലും ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ആശങ്കയും അവ്യക്തതയും വേണ്ട. കഴിഞ്ഞ വർഷം എനിക്ക് സമയത്തിന് പരിമിതി ഉള്ളത് കൊണ്ടാണ് ഓക്കെ. ഒന്നാമത്തെ കാര്യം, നേരത്തെ ഒരു ഫാക്ച്വൽ എറർ പറയുകയുണ്ടായി പാനലിസ്റ്റ് ബിനീഷ്.
ഞാൻ പറയണത് അബ്ദുറബിൻ്റെ കാലത്ത് അനുവദിച്ചതിനെ കുറിച്ച് പറഞ്ഞു. 97 സ്കൂളുകളും 1402 ബാച്ചുകളും എന്ന് പറഞ്ഞാൽ 84,000 സീറ്റുകൾ അനുവദിച്ച കാലഘട്ടമാണത്. ഞാൻ ആ കണക്കുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഈ ഫ്ലോറത്തിലിരുന്ന് പറയാൻ പോലും കഴിയില്ല പ്രിയപ്പെട്ട ബിനീഷ്. ഞാൻ അതിൽ പറയുന്ന മറ്റൊരു പോയിന്റ്, പരിഹരിക്കാം എന്ന് പറയുന്നു. എങ്ങനെയാണ് പരിഹരിക്കുക? പ്രിയപ്പെട്ട അരുൺ സർ, ഞാൻ പറയട്ടെ, ഇന്ത്യയിലെ മറ്റ് സ്ഥാപനങ്ങൾ 30 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന അളവിലാണ് ഹയർ സെക്കൻഡറി അനുവദിക്കേണ്ടത്. ഇനിപ്പോട്ടെ കേരളത്തിൽ അത് 50 ആവട്ടെ 40 ആവട്ടെ, 65 എത്തിയിട്ടാണ് ഈ പ്രശ്നപരിഹാരത്തിന് നേരത്തെ നമ്മൾ എണ്ണിയ കണക്കുകൾ പറയുന്നത്. ഇങ്ങനെയാണോ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത്? ഇങ്ങനെയാണോ കേരളത്തിലെ മറ്റ് ജില്ലകളിലെ കുട്ടികൾ പഠിക്കുന്നത്? എന്തുകൊണ്ടാണ് മലബാറിലെ കുട്ടികൾ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത്? ഞങ്ങൾ എന്തുകൊണ്ടാണ് മലബാറിലെ വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് മലബാറിൽ ഉണ്ടായിരിക്കുന്നത്? അത് മലപ്പുറം ജില്ലയുടെ മാത്രം പ്രശ്നമായി നമുക്ക് കാണാൻ കഴിയില്ല. നന്ദി ശ്രീ പി ജെ ബനീഷ്, സി കെ നജാഫ് ചർച്ചയിൽ പങ്കുചേർന്നതിന്. ഈ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു.